പ്രിയരെ, മാരൻ സമദ് സക്കാഫി, റുഷ്ദമോൾ അവരുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ആ ഒരു ഗാനം സോഷ്യൽ മീഡിയയിൽ എമ്പാടും വൈറലായിട്ടുണ്ട്. ഇവിടെ ഞാൻ അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇൻസൾട്ടാക്കിക്കൊണ്ട് സംസാരിക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അതേസമയത്ത് അവരെ പോലെയുള്ള ഒരു പണ്ഡിതൻ എന്ന നിലയിൽ വളരെ സ്നേഹത്തോടെ ഒരു കാര്യം മാത്രം ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ വൈറലായ കല്യാണപ്പാട്ടിൻ്റെ താഴെ ഒരുപാട് കമൻറ്റുകൾ വന്ന കൂട്ടത്തിൽ ഒരു കമൻറ്റാണ്, വിട്ടുകളാ, പുറത്തു കൊടുക്കുക, ഏതൊരു തെറ്റൊരു മനുഷ്യന് പറ്റും, അതൊന്നും നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കേണ്ടതില്ല. ഇത്തരത്തിലുള്ള ചില കമൻറ്റുകൾ കണ്ടപ്പോഴാണ് ഇതിനെതിരെ പ്രതികരിച്ചേ പറ്റൂ എന്ന നിലയ്ക്ക് ഞാനിവിടെ പറയുന്നത്. ഇവരുടെ ഭാഗത്തു നിന്ന് വന്ന ഒരു തെറ്റെന്ന് ഞാൻ ഇവിടെ ഊന്നി പറയുന്നത്, കല്യാണപ്പാട്ടുമായി ബന്ധപ്പെട്ട് ചില അശ്ലീല പദങ്ങൾ, കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കുക, ഇതുപോലെയുള്ള അശ്ലീല പദങ്ങൾ അതിൽ ഉൾപ്പെട്ടു എന്നതല്ല, മറിച്ച് ഇത്തരത്തിൽ സമൂഹത്തിനൊരു നെഗറ്റീവ് മെസ്സേജ് നൽകുന്ന ആ ഒരു വീഡിയോ ഇവരുടെ സ്വന്തം ചെലവിൽ സ്വന്തം ആളെ തന്നെ വച്ച് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുകയും അവരാ വീഡിയോ സ്വന്തമായിട്ട് ഇരുന്ന് കാണുകയോ അവരുടെ ആ കല്യാണ രാവ് അതിൽ പാടിയ പാട്ട് എന്ന നിലയ്ക്ക് അവർ സ്വന്തം അത് കാണുകയല്ല ചെയ്തത്, മറിച്ച് അവരുടെ ഒഫീഷ്യൽ ചാനലിലൂടെ ആ വീഡിയോ യൂട്യൂബിൽ പങ്കുവെക്കുകയുമുണ്ടായി. സദസ്സിൽ വന്നിരുന്ന ഒരാളെടുത്ത് അത് വൈറലായ വീഡിയോ അല്ല, മറിച്ച് അവർ തന്നെ സ്വയം ഈ കാര്യം ജനങ്ങൾ അറിയട്ടെ എന്ന നിലയ്ക്ക് ഇത് ഷെയർ ചെയ്യപ്പെട്ടപ്പോൾ അതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമെന്ന് ഞാൻ ഊന്നി പറയുന്നത്. നാം പൊതുവെ പറയാറുള്ളത് പോലെ നാവിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വാക്കുകൾ കരങ്ങളിൽ നിന്ന് എറിയപ്പെട്ട കല്ലുകൾ പോലെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോകളും പിന്നെ അതിൻ്റെ നിയന്ത്രണം നമ്മളല്ല, അത് സമൂഹം ഏറ്റെടുക്കുകയാണ്, സമൂഹത്തിലെ എല്ലാ കോണിലേക്കും അത് സ്പ്രെഡാവുകയാണ്. ഇവിടെ ഞാൻ ഉദ്ദേശിക്കുന്നത് മറുപടിക്ക് മറുപടിയല്ല. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രഭാഷകർ, ആലിമീങ്ങൾ, ഉസ്താദുമാർ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ മറുപടി പറഞ്ഞ ഉസ്താദിന് മറുപടി ആയിട്ടല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നൗഷാദ് ബാക്കി ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഇതിനെതിരെ പറഞ്ഞു. അപ്പോൾ സുബ്ഹാനല്ലാഹ്, പല ആളുകൾ നൗഷാദ് ബാക്കി ഉസ്താദിനെതിരായിട്ട് വരികയാണ്. മുന്നേ നിങ്ങളും പല വേദികളിൽ നിന്നായി സിനിമാ ഗാനങ്ങൾ പാടിയിട്ടില്ലേ, ആൽബം സോങ്ങുകൾ പാടിയിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ തെറ്റ് ആർക്കും പറ്റും, ഏതൊരു പണ്ഡിതനും പറ്റും എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയല്ല ഞാനിവിടെ ചെയ്യുന്നത്. മറിച്ചൊരു അനിസ്ലാമികപരമായ ഒരു വിഷയം, അത് തെറ്റാണെന്നറിവുള്ള പണ്ഡിതൻ അത് സ്വന്തം ചെലവിൽ അത് വീഡിയോ എടുത്തുകൊണ്ട് ആ തെറ്റ് നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിന് മുന്നിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു സ്വന്തം ചാനൽ വഴി. അപ്പോൾ അവിടെയാണ് നാം ആ വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടത്. സുബ്ഹാനല്ലാഹ്, ഇനി ആ പാടിയ ആൾക്കാർ തന്നെ റുഷ്ദമോൾ സിന്ദാബാദ് എന്ന് പറഞ്ഞ് അവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അത് സഹിക്കാൻ പറ്റുന്നതായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പിന്നെ അവർ പാടുകയാണ്, ഇനി മണവാളൻ കാണിക്കാൻ പോകുന്ന, ഇതുവരെയും കാണിക്കാത്ത, ഇനി കാണിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇങ്ങനെ വർണ്ണിക്കുന്നത്. എന്തു തോന്നിയവാസാണിത്? തലയെക്കെട്ടും കെട്ടി നീളക്കുപ്പായവും ഇട്ടുകൊണ്ട് ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിൽ ഇത്തരം ആഭാസം പരസ്യമായി പാടുക. സുബ്ഹാനല്ലാഹ്, ഞാൻ ആലോചിച്ചു പോവുകയാണ്, ആ സദസ്സിലിരുന്ന ഒരാൾക്ക് പോലും അവിടെ നിന്ന് ഇതെനിക്ക് യോജിച്ചതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോരാൻ അത്തരമൊരു ധീരത, അത്തരമൊരു മനസ്സാരും കാണിച്ചില്ലല്ലോ. അത്തരം പക്വമായ ഒരു സമീപനമെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കാകാമായിരുന്നു. ലൂത്ത് നബി അലൈഹിസ്സലാം ചോദിച്ചതുപോലെ, അലൈസ മിൻകും റജുലുൻ റഷീദ്, നിങ്ങളുടെ കൂട്ടത്തിൽ പക്വതയുള്ള ഒരാൾ പോലുമില്ലേ? എനിക്കിതിവിടെ പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പല ആലിമീങ്ങളും പല മഹല്ലുകളിൽ ജോലി ചെയ്യുന്ന നമ്മുടെ നേതൃനിരകളിലുള്ള പല ആലിമീങ്ങളും ഇത്തരം ആഭാസങ്ങളും പേക്കൂത്തുകളും സിനിമാ ഗാനങ്ങളും ആൽബം സോങ്ങുകളും കളിയാടുന്ന വേദികളിലേക്ക്, കല്യാണ കച്ചേരികൾ നടക്കുന്ന വേദികളിലേക്ക് പോകാതെ, അടുത്ത ബന്ധുക്കളായിരിക്കാം, പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരിക്കാം, പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ട് എന്നതിൻ്റെ പേരിൽ അവരാ കല്യാണത്തിന് പോലും പോകാത്ത അത്തരം ആലിമീങ്ങളുടെ ശിഷ്യന്മാരായ നാം ഇത്തരം പ്രവണതകൾ അവരിൽ നിന്നും ഉണ്ടാകുമ്പോൾ ഇത് പറഞ്ഞ് നാം പോവുകയാണ്. ഈ വിഷയത്തിൻ്റെ ഗൗരവത്തിനനുസരിച്ച് പറഞ്ഞു പോവുകയാണ്. ഈ ഒരു മദ്ഹ് ആലാപന ടീമിൻ്റെ ഒരു പ്രവണത ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. നമുക്കറിയാം, കൊറോണയ്ക്ക് മുന്നേ ഉള്ള 3 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ജിയോ നെറ്റ്വർക്ക് വ്യാപകമായി ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് നെറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അന്ന് ഇത്തരത്തിലുള്ള മദ്ഹ് ആലാപന സംഘങ്ങൾ സ്വന്തമായി ഗ്രൂപ്പുകളുണ്ടാക്കി, വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാക്കി. ആ ഒരു ഗ്രൂപ്പിൽ ജെൻഡർ വ്യത്യാസമില്ലാതെ, ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ആർക്കും വീഡിയോകൾ ഷെയർ ചെയ്യാമെന്നായി. അതിന് ലൈക്കായി ഷെയറായി PM തന്നെ പല അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്താൻ തുടങ്ങി.
അതിൻ്റെ ഭാഗമായിട്ടൊരു പാട്ടുകാരൻ്റെ കല്യാണവുമായി ബന്ധപ്പെട്ട് മാദിഹിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പോസ്റ്ററിൻ്റെ താഴെ പല ആഷിക്കാത്തുകൾ കമൻ്റ് ഇടുകയാണ്. ഇന്ന് കുറേ ആഷിക്കാത്തുകളുടെ മനം പൊട്ടുന്ന, ഹൃദയം പൊട്ടുന്ന ദിവസമാണ്. ആ പൊട്ടുന്നത് ഒരു കാര്യം ഉണ്ടായിട്ടല്ല, ഏതോ ഒരുത്തൻ്റെ കല്യാണം നടക്കുന്നതിന് ഈ ആഷിക്കാത്തുകളുടെ മനം പൊട്ടുന്നത് എന്തിനാണ്? ആ ഒരു പാട്ടുകാരനെ ഈ ലോകത്തുള്ള എല്ലാവരെയും കെട്ടാൻ കഴിയോ? ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കെട്ടാൻ കഴിയോ? ഈ ഒരു സാഹചര്യത്തിൽ പല ആഷിക്കാത്തുകളുടെയും ഉള്ളിലിരിപ്പ് കമന്റുകളിലൂടെ പുറത്തു വന്നു. എന്തായിരുന്നു ആ കമന്റ്? നിങ്ങളോടൊപ്പം ജീവിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ വിധിച്ചതല്ലേ നടക്കൂ, കൊതിച്ചത് നടക്കൂലല്ലോ. അപ്പൊ അത്രയും കാലം അവരുടെ ആ പാട്ടുകൾ കേട്ടുകൊണ്ട്, മദ്ഹ് കേട്ടുകൊണ്ട് മുഖത്ത് നോക്കി കൊതിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ മദ്ഹിൽ മംദൂഹല്ലായിരുന്നു പ്രധാനം. ആരെയാണോ അവർ വർണ്ണിച്ച് പാടി, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതല്ലായിരുന്നു പ്രധാനം. ആ മാദിഹായിരുന്നു, മദ്ഹ് പാടുന്നയാളായിരുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ഈ പ്രവണതകൾ നാം മനസ്സിലാക്കുക. തെറ്റാണെന്ന് ബോധ്യപ്പെടുമ്പോൾ അത് ഈമാനിലായി ഉറച്ചു നിന്നുകൊണ്ട് സ്ഥൈര്യത്തോടെ, നെഞ്ചുറപ്പോടെ സമൂഹത്തിന് മുന്നിൽ തെറ്റാണെന്ന് വിളിച്ചു പറയേണ്ട നാം ഈ ഒരു തിന്മയ്ക്ക് മുന്നിട്ട് നിൽക്കുമ്പോൾ നാം എന്താണ് അതിന് ന്യായീകരണം പറയുക? സുബ്ഹാനല്ലാഹ്, പലരും പറഞ്ഞു ആ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്ന മണവാട്ടിയെ ഉദ്ദേശിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ട്രോളുകളും ഈ ഒരു പ്രവണതയെ വിമർശിച്ചുകൊണ്ടുള്ള വീഡിയോകളും ഒന്ന് നിർത്തിക്കൂടെ എന്ന്. അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇവിടെയുള്ള നൂറുകണക്കിന് ഹക്കിൻ്റെ പാതയിൽ പോകുന്ന ആലിമീങ്ങൾ സുന്നത്ത് ജമാഅത്തിന് ഇതാണ് യഥാർത്ഥ സൽപാന്താവ് എന്ന് വിവരിക്കുകയും അവരുടെ ജീവിതം കൊണ്ട് അവർ നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അത്തരം പണ്ഡിതന്മാർ അവരുടെ ജീവിതവും മരണവും ഈ ദീനിന് വേണ്ടി പൊരുതുമ്പോൾ അവരെല്ലാം ഒന്നടങ്കം ഇതിനെ എതിർത്തുകൊണ്ട് പറയുന്നത് സൂറത്തുൽ ബഖറയിലെ 41-ാമത്തെ ഒരു ആയത്തുണ്ടല്ലോ, വആമിനു ബിമാ അൻസൽതു മുസദ്ദിഖൻ ലിമാ മഅകും വലാ തകൂനു അവ്വല കാഫിരിൻ ബി വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീലൻ വഇയ്യായ ഫത്തഖൂൻ. ഇവിടെ പറയുന്ന ആശയം എന്താണ്? വലാ തകൂനു അവ്വല കാഫിരിൻ ബി, നമ്മളായി പോകരുത്, ഹക്കിനെ എതിർക്കുന്ന തെറ്റായ പ്രവണതയെ ആദ്യമേ ചെയ്ത് കാണിക്കുന്ന ഒരാളാവരുത്. വലാ തശ്തറൂ ബിആയാതി സമനൻ ഖലീല, ഈ ദുനിയാവിലെ ചില നിസാരമായ വിഭവങ്ങൾക്ക് വേണ്ടി, ചില ഫുലൂസുകൾക്ക് വേണ്ടി, മറ്റ് ചില നിസാരമായ നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൃഷ്ടാന്തത്തെ നിങ്ങൾ വിൽക്കരുത്, ദീനിനെ നിങ്ങൾ വിൽക്കരുത്. ചില നേട്ടങ്ങൾക്ക് വേണ്ടി, വൈറലാകാൻ വേണ്ടി, ഫേമസ് ആകാൻ വേണ്ടി ഈ ലക്ഷ്യം വച്ചുകൊണ്ട് നിങ്ങൾ ദീനിനെ വിൽക്കരുത്. അപ്പം എന്താണ് ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്? ആദ്യം തന്നെ ഒരു തെറ്റ് കാണിച്ചു കൊടുത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് മെസ്സേജ് നിങ്ങളായിട്ടുണ്ടാക്കരുത്. ആ സമൂഹത്തിന് മുന്നിൽ ആ ഒരു പണ്ഡിതനാണ്, പണ്ഡിത വേഷധാരിയാണ്, ആ കല്യാണ സമയത്ത് കല്യാണത്തിൻ്റെ സന്ദർഭത്തിൽ ഇങ്ങനെയൊക്കെ ആകാം എന്ന് ജനങ്ങൾ മനസ്സിലാക്കുന്ന ആ ഒരു പ്രവണതയെയാണ് മഹത്തുക്കളായ പണ്ഡിതന്മാരിവിടെ എതിർക്കുന്നത്. എന്താണ് ഫസ്റ്റിലെ നിങ്ങൾ ഇങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കാരണം? ഇനിയും ആഴ്ചകളും ദിവസങ്ങളും കഴിയുമ്പോൾ ഇതുപോലെയുള്ള കൂത്താട്ടങ്ങൾ, ആഭാസങ്ങൾ, താടിവച്ച, തലപ്പാവ് ധരിച്ച, കമീസ് ധരിച്ച പണ്ഡിതന്മാരിൽ നിന്ന് തന്നെ ഉണ്ടാകരുതെന്ന് ഉറച്ച് ആഗ്രഹിക്കുന്ന, വിശ്വസിക്കുന്ന, ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരെ എതിർക്കുന്നുണ്ടെങ്കിൽ അതിനു പിന്നിലുള്ള കാരണം ഇതാണ്. ഇനി പിന്നീടും ഇതുപോലെയുള്ള രംഗങ്ങൾ ഉണ്ടായേക്കാം. മദ്ഹിൻ്റെ മേഖലകളിൽ നിന്നും അല്ലാതെയും ഇതുപോലെയുള്ള പ്രവണതകൾ ആദ്യമേ തന്നെ മുളയിൽ നിന്ന് തന്നെ നുള്ളിക്കളയലാണ് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതിൽ ആർക്കെങ്കിലും മാനസികമായോ മറ്റോ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദീനിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ നിലയ്ക്ക് കാണണം. ദീനിയായൊരു ഖൈറ് ഇതിലുണ്ട് എന്ന നിലയ്ക്ക് അതിനെ കാണുകയും ഇതിലൊക്കെ ഒരു ഖൈറുണ്ട് എന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ ദീൻ പ്രകാരം നമുക്ക് ജീവിക്കാനുള്ള എല്ലാവിധ തൗഫീഖും ഹിമ്മത്തും അഭിമാനവും ഇസ്സത്തും ആഫിയത്തും എല്ലാം ഖൈറായ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏറ്റി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളായ എല്ലാ മുഹിബ്ബീങ്ങളും ഈ വിനീതിനു വേണ്ടിയും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് ഉണർത്തി വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.